നമസ്കാരം, വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നും പുറമേ നല്ല മൊരുമൊരാന്നും ഉൾഭാഗത്ത് പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ഉഴുന്നുവട കഴിക്കുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ഞാനും കുറേ നാളായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇതുപോലെ ആവുന്നില്ലല്ലോ എന്ന് അല്ലേ? ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സാധാരണ ഉഴുന്നുവട ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മൾക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഉഴുന്നുവട വീട്ടിലുണ്ടാക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൈയൊന്നും പൊള്ളാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ ഉഴുന്നുവട ഉണ്ടാക്കുന്നതിനുള്ള 3 സിമ്പിൾ ടെക്നിക്സും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഉഴുന്നുവട ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ്, നമ്മളുടെ സ്പ്ലിറ്റ് ടൈപ്പ് ഉഴുന്നല്ല. വട ഉണ്ടാക്കുന്നതിന് ഈ ഉഴുന്നായിരിക്കും കൂടുതൽ റിസൾട്ട് തരിക. അപ്പോൾ ആദ്യം തന്നെ ഈ ഉഴുന്ന് നന്നായി തിരുമ്മി കഴുകി വൃത്തിയാക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് മാവ് പോലെ ചെറിയ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഉഴുന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നിറയെ വെള്ളം ഒഴിക്കുക. ഇനി ഈ ഉഴുന്നിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന വടയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും മണവും കിട്ടുന്നതിനായിട്ട് ഉലുവ ചേർക്കുന്നത്. അതിനുശേഷം ഉഴുന്ന് നന്നായിട്ട് കുതിർന്നു വരാനായിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കുക. ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മളുടെ ഉഴുന്നെല്ലാം നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മളിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയല്ല ഉണ്ടാക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല മൊരിഞ്ഞ വട കിട്ടാനായിട്ട് ഉഴുന്ന് അരച്ചതിന് ശേഷം ഒരു 5 മണിക്കൂറെങ്കിലും നന്നായി ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വട ഉണ്ടാക്കുന്നത്. ഉഴുന്നിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം പോകുന്നതിനായിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെയുള്ളൊരു അരിപ്പയിൽ നമുക്ക് ഉഴുന്ന് അരിച്ചു വയ്ക്കാം. ഉഴുന്നിൽ നിന്നും വരുന്ന ഈ വെള്ളം നമ്മൾക്ക് മിക്സിയിൽ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാരും വേസ്റ്റ് ചെയ്യണ്ട. ഇനിയൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചായിട്ട് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ആദ്യം ഒരു തവണ അരച്ചെടുക്കുക. ഏകദേശം 5 തവണയായിട്ടാണ് ഞാൻ ഈ ഉഴുന്ന് മുഴുവനായിട്ട് അരച്ചെടുത്തത്. കാരണം കുറച്ചായിട്ട് അരക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളം ഒരു 2 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ബാച്ച് ഉഴുന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, നമ്മളൊരു സ്പൂണിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം സ്പൂണിൽ നിന്നും തനിയെ അത് താഴേക്ക് ഉതിർന്ന് വീഴാത്ത രീതിയിൽ അത്രയ്ക്കും കട്ടിയായിട്ട് വേണം നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് എന്ന് പ്രത്യേകം പറയുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉഴുന്നും മാക്സിമം 2 ടീസ്പൂൺ വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ ഉഴുന്ന് അരച്ചെടുക്കൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ വെള്ളം കൂടി പോവുകയാണെങ്കിൽ നമ്മൾ വട ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആകൃതിയിൽ വട ചുട്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നത്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നുമാവ് കറക്റ്റായിട്ടുള്ള പരുവത്തിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം കൂടെ ചെയ്ത് നോക്കാം. ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കുക. അത് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചിരിക്കുന്ന മാവ് കറക്റ്റായിട്ടുള്ള പരുവത്തിലാണെന്ന് മനസ്സിലാക്കാം. ഇനി ഈ അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് ഉഴുന്നിന് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്ന രീതിയിലാണ് ചേർക്കുന്നത്. ഉഴുന്നുമാവ് ചെറുതായി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടും പിന്നെ വടയുടെ മുകൾ ഭാഗം നല്ല മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വറുത്ത അരിപ്പൊടി ചേർക്കുന്നത്. അരിപ്പൊടിയുടെ അളവ് കൂടാതെ ശ്രദ്ധിക്കുക. അരിപ്പൊടി കൂടിപ്പോയാൽ വടയുടെ സോഫ്റ്റ്നെസ് എല്ലാം പോയി ഭയങ്കര ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. ഉഴുന്നും അരിപ്പൊടിയും ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഫെർമെൻ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നത്. അതിനുശേഷം ഒരു 5 മണിക്കൂർ നമുക്കിത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ബ്രേക്ക്ഫാസ്റ്റിനാണ് നമ്മൾ വട ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി മാവ് അരച്ച് വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ മാവ് അരച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 5 മണിക്കൂറായി. ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ മാവ് ഇവിടെ നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഫെർമെൻ്റായി വന്നാൽ മാത്രമേ നമ്മളുടെ വടയുടെ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് വരികയുള്ളൂ. ഇനി ഇത് കൂടുതൽ നേരം ഇളക്കി കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി വട ചുടുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ട്.
ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി സവാള ചെറുതായി മുറിച്ചത്, ഒരു തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുരുമുളകിൻ്റെ പൊടിയല്ല, കുരുമുളക് ചതച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുങ്കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം വളരെ പതുക്കെ ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ വട ഉണ്ടാക്കുന്നതിന് ഒരുപാട് മുന്നേ തന്നെ ഈ ചേരുവകളൊന്നും ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉഴുന്നിൽ നിന്നും ഒരുപാട് വെള്ളം വരികയും പിന്നെ നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു ചട്ടിയിൽ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ ഉഴുന്നുവട ചുട്ടെടുക്കുന്നതിനായിട്ട് 3 രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും എളുപ്പത്തിലുള്ള രീതി ഏറ്റവും അവസാനമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ഏതാണോ തോന്നിയത് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളംകൈ നനയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈ മുക്കിയെടുക്കുക. അതിനുശേഷം ഒരു ഉരുള മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇത് ഒരുപാട് നേരം കയ്യിൽ വെക്കാൻ പാടില്ല. നമ്മളുടെ കൈച്ചൂട് കൊണ്ടിട്ട് വടയുടെ ഷേപ്പ് വീണ്ടും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായി ഒന്ന് ഉരുട്ടിയതിന് ശേഷം തള്ളവിരലും കൊണ്ട് നടുഭാഗത്ത് നല്ലൊരു തുളയിട്ട് കൊടുക്കുക. അതിനുശേഷം ചൂടുള്ള എണ്ണയിലേക്ക് പതുക്കി ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ടൈം ഇതുപോലെ ട്രൈ ചെയ്യുമ്പോൾ ശരിയാവണമെന്നില്ല. പക്ഷെ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ ഇതെല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു മീഡിയം ഫ്ലെയിമിൽ 4-5 മിനിറ്റ് വട 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവുന്ന രീതിയിൽ ചുട്ടെടുക്കാം. വടയുടെ ഉൾഭാഗം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം മാത്രം നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വട നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത മെത്തേഡ് നോക്കാം. രണ്ടാമത്തെ രീതിയിൽ വട ചുട്ടെടുക്കുന്നതിനായിട്ട് നമ്മൾക്ക് നീറ്റായിട്ടുള്ള അധികം കട്ടിയില്ലാത്തൊരു പ്ലാസ്റ്റിക് കവറാണ് ആവശ്യം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ നമ്മുടെ ഇടത്തെ കയ്യിൽ ഗ്ലൗസിൻ്റെ മാതൃകയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വലം കൈ കൊണ്ട് വെള്ളം നനച്ചു കൊടുക്കുക. അതിനുശേഷം വലത്തെ കൈയിലും വെള്ളം നന്നായി നനച്ചതിന് ശേഷം ഒരു ഉരുള മാവ് എടുത്തിട്ട് ഇടത്തെ കയ്യിൽ കവറിന് മുകളിലായിട്ട് വടയുടെ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം തുളയിട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ വിരലും കുറച്ച് വെള്ളം നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് വീണ്ടും നമ്മളുടെ നനഞ്ഞിരിക്കുന്ന വലത്തെ കൈയിലേക്ക് മാറ്റിയിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം കാണിച്ച രീതിയേക്കാളും വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണിത്. ഒരു പ്ലാസ്റ്റിക് കവറിൽ സംഘടിപ്പിക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ മെത്തേഡും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അവസാനത്തെ ടെക്നിക്കാണ് ഏറ്റവും എളുപ്പത്തിലുള്ളത്. ഇതിനായിട്ട് നമ്മൾക്ക് സ്റ്റീലിൻ്റെ ഒരു അരിപ്പയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്ത് നനച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും വലത്തെ കൈ നനച്ചതിന് ശേഷം ഒരു ഉരുള മാവ് എടുത്തിട്ട് ഈ അരിപ്പയുടെ മുകൾ ഭാഗത്ത് ഉഴുന്നുവടയുടെ ഷേപ്പിൽ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി വിരലൊന്ന് നന്നായി നനച്ചതിന് ശേഷം നല്ല ഭംഗിയായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ വളരെ ഭംഗിയുള്ള ഉഴുന്നുവടയുടെ ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് നേരെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒട്ടും തന്നെ കൈയൊന്നും പൊള്ളാതെ വളരെ പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയുള്ള ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ടെക്നിക്കായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ സ്റ്റീലിൻ്റെ അരിപ്പ കയ്യിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാസ്റ്റിക് കവറിൻ്റെ മെത്തേഡും പിന്നെ സാധാരണ കൈവച്ച് ചെയ്യുന്ന മെത്തേഡൊക്കെ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് രീതിയാണോ അതിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ഉഴുന്നുവട തയ്യാറാക്കാവുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഉഴുന്നുവടയേക്കാളും ഒരുപാട് ടേസ്റ്റാണ് ഇതുപോലെ ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഉഴുന്നുവടയ്ക്ക്. അപ്പോൾ നമ്മളുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉഴുന്നുവട നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്